സമ്പൂർണ്ണ ശുചിത്വ നഗരമായി മാറുന്നു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വിളിച്ചു ചേർത്ത യോഗം മുനിസിപ്പൽ ചെയർമാൻ കെ ടോമി ഉദ്ഘാടനം ചെയ്തു. നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് യോഗം തീരുമാനിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി 2025 മാർച്ച് 30-ന് സംസ്ഥാനം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിനുള്ള കർമ്മ പരിപാടികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായി കോതമംഗലം സമ്പൂർണ്ണ ശുചിത്വ നഗരമായി പ്രഖ്യാപിക്കുന്നതിനായി യോഗം ചേർന്നു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ കെ ടോമി ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം നഗരസഭയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നഗരസഭയുടെ കീഴിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെ മേധാവികളും റെസിഡൻറ്റ് അസോസിയേഷൻ്റെയും വ്യാപാര സംഘടനാ പ്രതിനിധികളുടെയും സംയുക്തമായി യോഗം ഇന്ന് നഗരസഭയിൽ കൂടി. മാർച്ച് 30-ാം തീയതി കേരളം ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കുമ്പോൾ കോതമംഗലം നഗരസഭയും ശുചിത്വ കോതമംഗലം നഗരസഭ എന്നുള്ള നിലയിൽ പ്രഖ്യാപിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് ഇവിടെ യോഗം സംഘടിപ്പിച്ചത്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ജനുവരി 26-ന് റിപ്പബ്ലിക് ഡേക്ക് മുമ്പ് കോതമംഗലം നഗരസഭയുടെ കീഴിലുള്ള മുഴുവൻ വിദ്യാലയങ്ങളും മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളും മാലിന്യവിമുക്ത സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കുകയും അങ്ങനെ പ്രഖ്യാപിക്കുന്ന ആ ചടങ്ങുകളെല്ലാം നഗരസഭയുടെ പോർട്ടലിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് വലിയൊരു സന്ദേശം കോതമംഗലം നഗരസഭയിലുള്ള പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ് ആമുഖ പ്രഭാഷണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, വാർഡ് കൗൺസിലർമാരായ എൽദോസ് പോൾ, സിജോ വർഗീസ്, PR ഉണ്ണികൃഷ്ണൻ, റോസ്ലി ഷിബു, ഹെൽത്ത് സൂപ്പർവൈസർ NS ഷൈൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർ സംസാരിച്ചു. സ്കൂൾ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികൾ, പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, കൃഷി ഓഫീസർ എന്നീ ഉദ്യോഗസ്ഥർ, റെസിഡൻസ് സംഘടനാ ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഭാരവാഹികൾ, വിവിധ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോതമംഗലം നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് യോഗം തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.